വരികൾ കൂട്ടിച്ചേർക്കാമെന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 വരി പാട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ? മുറ്റത്തു ഞാൻ വെച്ച പ്ലാവിലൊരു ദിനം ഒരു കൊച്ചു ചക്ക വിരിഞ്ഞു വന്നു. അതു കണ്ട നേരമൻ ഹൃദയത്തിലൊരായിരം പൂക്കൾ വിരിഞ്ഞു മണം പരത്തി. എന്താണ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ വരി നോക്കൂ. മുറ്റത്ത് ഞാൻ വെച്ച പ്ലാവിലൊരു ദിനം. എന്താണ് വെച്ചത്? അതെ, പ്ലാവാണ് വെച്ചത്. എവിടെയാണ് വെച്ചത്? മുറ്റത്ത് പ്ലാവ് വെച്ചു. ആരാണ് വെച്ചത്? ഞാൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ആ പാട്ട് പാടുമ്പോൾ ഇതിലെ ഞാൻ നമ്മൾ തന്നെയാണ്. അപ്പം ഞാനാണ് പ്ലാവ് വെച്ചത്. ഒരു ദിനം, ഒരു ദിവസം. അപ്പം മുറ്റത്ത് ഞാൻ വെച്ച പ്ലാവിലൊരു ദിനം, ആ പ്ലാവിലൊരു ദിവസം ഒരു കൊച്ചു ചക്ക വിരിഞ്ഞു വന്നു. എന്താണ് വിരിഞ്ഞു വന്നത്? ചക്ക. എങ്ങനെയുള്ള ചക്കയാണ് വിരിഞ്ഞു വന്നത്? കൊച്ചു ചക്ക, ചെറിയ ചക്ക. കൊച്ചു ചക്ക, ചെറിയ ചക്ക. ചക്ക വിരിയുമ്പോൾ അത് ചെറുതായിരിക്കും, പിന്നെ അത് വലുതായി പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് മൂന്നാമത്തെ വരിയിൽ പറയുന്നത്? അതു കണ്ട നേരമൻ ഹൃദയത്തിൽ. അതു കണ്ട നേരമൻ. ഏത് കണ്ട നേരമൻ? ആ ചക്ക വിരിഞ്ഞത് കണ്ട നേരത്ത് എൻ്റെ ഹൃദയത്തിൽ. ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സ്. എൻ്റെ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു. 1000 പൂക്കൾ, ആയിരക്കണക്കിന് പൂക്കൾ എൻ്റെ മനസ്സിൽ വിരിയുകയാണ്. ഇതിൽ മണം പരത്തി. ആ പൂക്കളിലെല്ലാം മണമുണ്ടായി. എന്താണ്? ഹൃദയത്തിൽ പൂക്കൾ വിരിയുമോ അല്ലെങ്കിൽ മനസ്സിൽ പൂക്കൾ വിരിയുമോ? ഇല്ല. ഇവിടെ പൂക്കൾ വിരിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, സന്തോഷം വന്നു. പൂക്കൾ വിരിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് സന്തോഷം വന്നു. അതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഞാൻ വെച്ച പ്ലാവിൽ ഒരു ചക്ക വിരിഞ്ഞത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടായി? സന്തോഷമുണ്ടായി. 1000 പൂക്കൾ വിരിഞ്ഞ് മണം പരത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടായി. ഇതാണ് ഈ 4 വരി പാട്ടിൻ്റെ ആശയം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കും എന്തു ചെയ്യാം? മറ്റൊരു 4 വരി പാട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണ് മറ്റൊരു 4 വരി പാട്ട് ഉണ്ടാക്കുന്നത്? ഓരോ വരിയും നമുക്ക് എടുത്തു നോക്കാം. ഒന്നാമത്തെ വരിയിൽ എന്താണ് പറയുന്നത്? മുറ്റത്തു ഞാൻ വെച്ച പ്ലാവിൽ ഒരു ദിനം. മുറ്റത്ത് ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ മുറ്റത്ത് വെച്ചു. എന്താണ് വെച്ചത്? ഒരു പ്ലാവാണ് വെച്ചത്. നമുക്കിതേപോലെ പ്ലാവിന് പകരം മറ്റൊരു മരത്തിൻ്റെ പേരെഴുതാം. എന്തൊക്കെ എഴുതാം? മാവ് എഴുതാം, തെങ്ങെഴുതാം, പേര എഴുതാം, ചാമ്പ എഴുതാം. എന്ത് വേണമെങ്കിലും നമുക്കിഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ മാവ് എന്നാക്കുകയാണ്. അപ്പോൾ മാവ് വെച്ചു അല്ലേ? ആ മാവ് വെച്ചു. ഇനി മുറ്റത്ത് തന്നെ വെക്കണമോ? വേണ്ട. തൊടിയിൽ വയ്ക്കാം, പറമ്പിൽ വയ്ക്കാം അല്ലേ? ഞാനത് തൊടിയിലെന്നാക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്കതിനെ എഴുതാം? ഒന്നാമത്തെ വരി എങ്ങനെ എഴുതാം? തൊടിയിൽ ഞാൻ വെച്ച. എന്തു വെച്ചു എന്നാണ് പറഞ്ഞത്? മാവ്. അപ്പം മാവിലൊരു ദിനം. തൊടിയിൽ ഞാൻ വെച്ച മാവിലൊരു ദിനം. ഇനി മാവിൽ ഒരു ദിനം എന്താണ് കായ്ക്കുക? പ്ലാവിൽ ചക്കയാണ് കായ്ക്കുന്നത്. മാവിലാണെങ്കിലോ? അതെ, മാങ്ങ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വരിയിൽ എന്തു പറയാം? ഒരു കൊച്ചു എന്ന് മാറ്റണമെന്നില്ല, അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഒരു കൊച്ചു മാങ്ങ വിരിഞ്ഞു വന്നു അല്ലേ? മാമ്പൂണ്ടാവും. ആ മാമ്പൂവാണ് മാങ്ങയാവുന്നത്. നമ്മൾ മാങ്ങയായപ്പോഴാണ് കണ്ട മാങ്ങയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തു പറയും? ഒരു കൊച്ചു മാങ്ങ വിരിഞ്ഞു വന്നു. അങ്ങനെയാണ് നമുക്കത് എങ്ങനെയാണ് പാടുക? തൊടിയിൽ ഞാൻ വെച്ച മാവിലൊരു ദിനം ഒരു കൊച്ചു മാങ്ങ വിരിഞ്ഞു വന്നു. നമ്മൾ ആദ്യത്തെ പാട്ടിൻ്റെ ഈണം കിട്ടിയിട്ടുണ്ടോ? നമുക്കൊന്ന് പാടി നോക്കാം. എങ്ങനെയാണ് ആദ്യത്തെ 2 വരി എങ്ങനെയാണ് പാടുന്നത്? മുറ്റത്തു ഞാൻ വെച്ച പ്ലാവിലൊരു ദിനം ഒരു കൊച്ചു ചക്ക വിരിഞ്ഞു വന്നു. ഇനി നമ്മൾ എഴുതിയതോ? തൊടിയിൽ ഞാൻ വെച്ച മാവിലൊരു ദിനം ഒരു കൊച്ചു മാങ്ങ വിരിഞ്ഞു വന്നു.
താളം വന്നിട്ടുണ്ടോ? അങ്ങോട്ട് ചൊല്ലി നോക്കാമോ നമുക്ക്? മുറ്റത്തു ഞാൻ വെച്ച പ്ലാവിലൊരു ദിനം ഒരു കൊച്ചു ചക്ക വിരിഞ്ഞു വന്നു. തൊടിയിൽ ഞാൻ വെച്ച മാവിലൊരു ദിനം ഒരു കൊച്ചു മാങ്ങ വിരിഞ്ഞു വന്നു. എഴുതിയതിൻ്റെയും നേരത്തെ തന്ന പാട്ടിൻ്റെയും ഈണം ഒരുപോലെയായിട്ടുണ്ട് ആദ്യത്തെ രണ്ട് വരി, അല്ലേ? അപ്പോൾ നമ്മളൊരു പാട്ട് എഴുതുമ്പോൾ വെറുതെ എഴുതി വെച്ചാൽ പോരാ, കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി വെച്ചാൽ പോരാ. നമുക്ക് തന്നിരിക്കുന്ന പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ച് വേണം നമ്മളും പാട്ടെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നോക്കുക, ഒന്നാമത്തെ വരി മുറ്റത്ത് ഞാൻ വെച്ച പ്ലാവിലൊരു ദിനം എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം എന്താണുള്ളത്? ഒരു കോമയുണ്ട്, അല്ലേ? അത് ശ്രദ്ധിച്ചല്ലോ. നമ്മൾ എഴുതിയതിൻ്റെ അവസാനവും കോമയുണ്ടോ? ഉണ്ട്, നമ്മളും കോമയിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വരി നോക്കൂ, ആദ്യത്തേതിൽ ഒരു കൊച്ചു ചക്ക വിരിഞ്ഞു വന്നു എന്ന് കഴിഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് ഇട്ടിരിക്കുന്നത്, അല്ലേ? ഒരു കുത്താണ് ഇട്ടിരിക്കുന്നത്. നമ്മളുടെ ഇതിലോ ഒരു കൊച്ചു മാങ്ങ വിരിഞ്ഞു വന്നു, അതിൻ്റെ അവസാനവും ഒരു കുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വരി അവസാനിക്കുന്നില്ല, അത് രണ്ടാമത്തെ വരിയിൽ തുടരുന്നു. അതാണ് അവിടെ ഒരു കോമ വന്നത്. രണ്ടാമത്തെ വരി കഴിഞ്ഞപ്പോൾ അത് അവിടെ അവസാനിച്ചു, അതാണ് നമ്മളവിടെ കുത്തിട്ടിരിക്കുന്നത്. അത് മനസ്സിലായല്ലോ? കുത്തും കോമയും ചെയ്ത് മനസ്സിലായല്ലോ? ശരി, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അടുത്ത രണ്ട് വരിയിലേക്ക് നോക്കാം. അതു കണ്ട് നേരമൻ ഹൃദയത്തിൽ. അപ്പോൾ അത് കണ്ട നേരമൻ ഹൃദയത്തിൽ, നമുക്കിവിടെ ഹൃദയം എന്ന് പറഞ്ഞില്ല, അത് കണ്ട നേരമൻ ഹൃദയം എന്നുള്ള മാറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാം. അതു കണ്ട നേരമൻ മനസ്സിൽ, അല്ലേ? അതു കണ്ട നേരമൻ മനസ്സിൽ. മനസ്സിലെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? കുത്താണോ ചേർക്കേണ്ടത്, കോമയാണോ ചേർക്കേണ്ടത്? ഒരു കോമ ചേർക്കണം. അപ്പോൾ നമ്മളൊരു കോമ ഇവിടെ ചേർത്തിരിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ വരിയാണ് വേണ്ടത്. നാലാമത്തെ വരിയിൽ മാറ്റം വരുത്തണമെന്നില്ല, അതുപോലെ തന്നെ ചേർക്കാം. 1000 പൂക്കൾ വിരിഞ്ഞു മണം പരത്തി എന്ന് എഴുതാം. നമുക്കിതൊന്ന് ചൊല്ലി നോക്കിയാലോ? അതു കണ്ട നേരമൻ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു മണം പരത്തി. ഈണം വരുന്നുണ്ടല്ലോ, അല്ലേ? ഒന്ന് ചൊല്ലി നോക്കാമോ? അതു കണ്ട നേരമൻ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു മണം പരത്തി. ആ 4 വരി നമ്മൾ എഴുതിയ 4 വരി ഈണത്തിൽ ചൊല്ലി നോക്കിയാലോ? തൊടിയിൽ ഞാൻ വെച്ച മാവിലൊരു ദിനം ഒരു കൊച്ചു മാങ്ങ വിരിഞ്ഞു വന്നു. അതു കണ്ട നേരമൻ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു മണം പരത്തി. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന 4 വരി, അതിലെ വാക്കുകൾ മാറ്റി, പദഘടനയിൽ മാറ്റമില്ലാതെ വാക്കുകൾ മാത്രം മാറ്റി, താളത്തിനനുസരിച്ച് വാക്കുകൾ മാറ്റി നമ്മൾ 4 വരി എഴുതിയിരിക്കുന്നു. ഇതുപോലെ ഒരു 4 വരി നിങ്ങൾക്കും എഴുതി നോക്കാം. ഇതിൻ്റെ ബാക്കിയായിട്ടൊരു 4 വരി നിങ്ങൾക്കും എഴുതി നോക്കാം. ഇത് മനസ്സിലായല്ലോ, അല്ലേ എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം.